നമ്മുടെ നാട്ടിൽ സാധാരണ തെമ്മാടികൾ സ്വീകരിക്കുന്ന നില ചില തെമ്മാടി രാഷ്ട്രങ്ങൾ ഇപ്പോൾ സ്വീകരിക്കുക. ആ തെമ്മാടി രാഷ്ട്രങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ് എന്നതാണ് ഏറ്റവും കടുത്തിയ അനുഭവം. എന്നാൽ ഇതേ നിമിഷം താമസ സ്ഥലത്ത് നിന്ന് ആക്രമിക്കപ്പെടുന്നവര്, കൊല ചെയ്യപ്പെടുന്നവര് നമ്മുടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാവുകയാണ്. വല്ലാത്ത നടുക്കത്തിലാണ് നമ്മുടെ നാടും ലോകവും ഇപ്പോഴുള്ളത്. മനുഷ്യർ തമ്മിൽ പാലിക്കുന്ന മര്യാദ പോലെ തന്നെ രാജ്യങ്ങൾ തമ്മിൽ മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. ഒരു രാജ്യത്തിന്റെ അതേ അഭിപ്രായം തന്നെ ആവണം മറ്റൊരു രാജ്യത്തിന് എന്ന് നിർബന്ധിക്കാനാവില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ സാധാരണ തെമ്മാടികൾ സ്വീകരിക്കുന്ന നില ചില തെമ്മാടി രാഷ്ട്രങ്ങൾ ഇപ്പോൾ സ്വീകരിക്കുക. ആ തെമ്മാടി രാഷ്ട്രങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ് എന്നതാണ് ഏറ്റവും കടുത്തിയ അനുഭവം. അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്, സമ്പത്തുണ്ട്, യുദ്ധവെറി. പിന്നെ സാധാരണഗതിയിൽ ഒരു രാജ്യത്തിന് നേതൃത്വം കൊടുക്കേണ്ട മാനസികാവസ്ഥയുള്ളയാൾ തന്നെയാണോ അവിടെ നേതൃത്വം വഹിക്കുന്നത് എന്ന ശങ്ക. ഇതെല്ലാം കൂടി ഒത്തുവന്നപ്പോൾ ഭ്രാന്തമായ നടപടികളിലേക്ക് കടക്കുക. അതാണ് ഒരു രാജ്യത്തിനകത്ത് കടന്ന് ആ രാജ്യത്തിന്റെ പ്രസിഡന്റിനെ അവിടെ നിന്ന് ഭാര്യയടക്കം കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന കാഴ്ച ലോകം കണ്ടത്. ഒരു രാജ്യവും ചെയ്യുന്ന കാര്യമില്ല. ഇപ്പോ ഇറാന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇറാന് നേരെ ആക്രമണം നടത്താനുള്ള എന്ത് സാഹചര്യമാണ് ഉണ്ടായത്? ലോകത്തിന് മുന്നിൽ എന്തെങ്കിലും വസ്തുതകൾ അങ്ങനെ പറയാൻ കഴിഞ്ഞു? ഏതെങ്കിലും കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞു? തങ്ങൾക്ക് വിരോധമുള്ള രാഷ്ട്രങ്ങളെ വെച്ചു വാഴിപ്പിക്കില്ല എന്ന നിലയാണല്ലോ. ഒരു രാജ്യത്തിന്റെ പരമാധികാരിയായി ആ രാജ്യം കണക്കാക്കുന്ന ആയത്തുള്ള ഖൊമേനിയെ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മകളെയും കൊച്ചുമോളെയും മകളുടെ ഭർത്താവിനെയും എല്ലാം കൂടെ ചേർത്ത് കൊല്ലുന്ന നില. ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യ മേലെ നിന്ന് നിങ്ങൾ എവിടെയുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ആയുധം പ്രയോഗിക്കാൻ പറ്റുന്ന വിദ്യകൾ, സാങ്കേതിക വിദ്യകൾ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെയും മറ്റും കയ്യിലുണ്ട്. അത് വെച്ച് ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരിയായി ആ രാഷ്ട്രം കണക്കാക്കുന്ന വ്യക്തിയെ പോലും കൊല ചെയ്യാൻ തയ്യാറാവുകയാണ്. എത്ര ഇതുപോലുള്ള അതിക്രമങ്ങൾ! എന്താണിപ്പോൾ അതിന്റെ ഭാഗം? നമ്മുടെ നാട്ടിൽ നല്ലൊരു ഭാഗം കുടുംബങ്ങൾ ഇപ്പോൾ വലിയ പ്രയാസത്തിലാണല്ലോ, ഉത്കണ്ഠയിലാണല്ലോ, വേവലാതിയിലാണല്ലോ. മകനും മകളും വേണ്ടപ്പെട്ടവരുമെല്ലാം പലരും ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്നുണ്ടല്ലോ. അവിടങ്ങളിലെല്ലാം പ്രശ്നങ്ങളായി വന്നല്ലോ. ഇത്തരം കാര്യങ്ങളെ അപലപിക്കാൻ തയ്യാറാവണ്ടേ? ഞാനിന്ന് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാടിന്റെ ഉത്കണ്ഠ, നമ്മുടെ സഹോദരങ്ങൾ ലക്ഷക്കണക്കിലാണ് ഗൾഫ് നാടുകളിലുള്ളത്. അവരെല്ലാം വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയിലാണ്. ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത് ഈ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഭ്രാന്തമായ നടപടികളാണ്. അവർക്ക് അതിനു പറ്റിയ ചങ്ങാതി മറ്റൊരു ലോകതെമ്മാടി ഇസ്രയേൽ. ഈ രണ്ടു കൂട്ടരും കൂടിയാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. അമേരിക്കൻ സാമ്രാജ്യത്വം കാണിക്കുന്ന
ഇത്തരം കാര്യങ്ങൾക്കെതിരെയുള്ള ശക്തമായ വികാരം നാം ഒന്നടങ്കം പ്രകടിപ്പിക്കേണ്ടതാണ് എന്നുകൂടിയാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. നമ്മുടെ നാടിൻ്റെ ഒരുമയുടെയും ജനങ്ങളുടെ ഐക്യത്തിൻ്റെയും നാം പ്രകടിപ്പിക്കുന്ന സാഹോദര്യ ബന്ധത്തിൻ്റെയും ഭാഗമായി നാടും ജനങ്ങളും എല്ലാം നൽകിയ പിന്തുണയുടെ ഭാഗമായാണ് ഈ ടൗൺഷിപ്പ് പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞത്.